നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ് മുസ്ലിങ്ങളുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്ന് കാണിച്ചാണ് വിജയ് ഹർജി നൽകിയിരിക്കുന്നത്. സമരം തുടരാനുള്ള തീരുമാനത്തിൽ ഉറച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇനിയും ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സമരസമിതി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. പ്രതിഷേധം ശക്തമാക്കുമ്പോഴെങ്കിലും സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടിലെ വാട്ടർ ടാങ്കിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. അത്തിപ്പറ്റ സ്വദേശിനിയായ ഫാത്തിമയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആൾതാമസമില്ലാത്ത വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒഴിഞ്ഞ വാട്ടർ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ടായിരുന്നു. പതിവായി ആമയ്ക്ക് തീറ്റ നൽകാനെത്തിയ ജോലിക്കാരനാണ് ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഭിഭാഷകൻ PG മനു ജീവനൊടുക്കി. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തിയത്. സർക്കാർ അഭിഭാഷകനായിരുന്ന മനു പീഡനക്കേസിൽ പ്രതിയായതോടെ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. നിയമോപദേശം തേടിയെത്തിയ യുവതിയെ ഓഫീസിലും വീട്ടിലെത്തിയും പീഡിപ്പിച്ചെന്നായിരുന്നു മനുവിനെതിരായ കേസ്. ജാമ്യത്തിലിറങ്ങിയ മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായും ആരോപണമുയർന്നിരുന്നു. മുതലപ്പൊഴി പൊഴിമുഖം പൂർണ്ണമായും അടഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. നിലവിൽ നടക്കുന്ന ഡ്രഡ്ജിംഗ് പൊഴിയിൽ അടങ്ങിയിട്ടുള്ള മണൽ പൂർണ്ണമായും നീക്കുന്നതിന് പര്യാപ്തമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. നാളെ സെന്റ് ആൻഡ്രൂസ് മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെയും യോഗം വിളിച്ചു. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരിക്കേസിൽ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. കേസ് സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയില്ലെന്നും കോടതി ഉത്തരവ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം. അവകാശങ്ങൾ ലഭ്യമാക്കാൻ ഭൂമി ഏറ്റെടുത്ത സർക്കാർ സന്നദ്ധമാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്തതോടെ എസ്റ്റേറ്റ് ഉടമ നിലവിൽ സർക്കാരാണെന്നും അധികൃതരെ കാര്യങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ടെന്നും സമരം ഉദ്ഘാടനം ചെയ്ത CITU ജില്ലാ ട്രഷററും CPIM മുൻ ജില്ലാ സെക്രട്ടറിയുമായ P. ഗഗാറിൻ പറഞ്ഞു. ഡൽഹിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നൽകാത്ത സംഭവത്തിൽ വിചിത്ര മറുപടിയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നൽകാത്തതെന്ന് മാധ്യമങ്ങളിൽ കണ്ടെന്ന് ജോർജ് കുര്യൻ. എല്ലാ മാധ്യമങ്ങൾക്ക് അറിയാമെന്നും മാധ്യമങ്ങളിൽ കണ്ടത് മന്ത്രി പറഞ്ഞെന്ന് ജനങ്ങളെ അറിയിച്ചാൽ മതിയെന്നും ജോർജ് കുര്യന്റെ പ്രതികരണം. ഇടുക്കി വണ്ണപ്പുറം തൊമ്മൻകുത്തിൽ സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് നീക്കം ചെയ്തു. സ്വകാര്യ വ്യക്തി നൽകിയ ഭൂമിയിലാണ് പള്ളി കുരിശ് സ്ഥാപിച്ചതെന്ന് പ്രദേശവാസികൾ പറയുമ്പോൾ വനം റിസർവ് ഭൂമിയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ആചരിക്കുന്നു. സംസ്ഥാനത്ത് പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ഓശാനയോടനുബന്ധിച്ചുള്ള കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു. ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളി മുതൽ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ വരെയുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിനാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടി. അതേസമയം തീരുമാനം അംഗീകരിക്കുന്നതായി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി ഓശാന ഞായറാഴ്ച കുരിശിന്റെ വഴി നടത്താറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം സംഘർഷത്തിലേക്കും അക്രമത്തിലേക്കും എത്തി. 3 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. തുടർന്ന് മുർഷിദാബാദ് ജില്ലയിലെ സംഘർഷബാധിത മേഖലകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി.
ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഹർജി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നീക്കം തുടങ്ങി. വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന് മുൻപാകെയാകും ഹർജി നൽകുക. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ വസ്തു ഇടപാടുകാരനും ബിസിനസ് പങ്കാളിയും അറസ്റ്റിൽ. ശിവേന്ദ്ര യാദവ്, സഹായി ഗൗരവ് എന്നിവരാണ് പിടിയിലായത്. 5 ദിവസമായി കാണാതായ അഞ്ജലിയുടെ മൃതദേഹം ശനിയാഴ്ച നദിക്ക് സമീപം വികൃതമായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊൽക്കത്തയിലെ സർവേ പാർക്ക് മേഖലയിലെ ബാങ്കിൽ കളിത്തോക്ക് ഉപയോഗിച്ച് കവർച്ചയ്ക്ക് ശ്രമിച്ച 31-കാരൻ അറസ്റ്റിൽ. തപാൽ വകുപ്പ് ജീവനക്കാരനായ ദലിം ബസുവാണ് അറസ്റ്റിലായത്. ഭവന വായ്പ അടയ്ക്കുന്നതിനും മറ്റ് സാമ്പത്തിക കാര്യങ്ങളുമായാണ് ബസുവിനെ കവർച്ചയിലേക്ക് നയിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബായിൽ വെച്ചെന്ന സൂചന. റാണ കൂടിക്കാഴ്ച നടത്തിയത് ദാവൂദ് കമ്മിറ്റിയിലെ ഉന്നതനുമായാണെന്നാണ് സൂചന. ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നുമാണ് പുറത്തുവരുന്ന വിവരം. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. യുക്രൈനിലെ വടക്കു കിഴക്കൻ നഗരമായ സുമിയിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ 21 പേർ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 83 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ഇന്ത്യയടക്കം 3 ഏഷ്യൻ രാജ്യങ്ങളിൽ 1 മണിക്കൂറിനുള്ളിൽ 4 ഭൂകമ്പങ്ങൾ. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂകമ്പത്തെ തുടർന്ന് പരിഭ്രാന്തരായ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്കോടി. ഇന്ത്യക്ക് പുറമെ മ്യാൻമർ, തജിക്കിസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഭൂകമ്പമുണ്ടായത്. ഇന്ത്യയിൽ ഹിമാചലിലെ മണ്ഡി ജില്ലയിൽ രാവിലെ 9 മണിയോടെയാണ് ആദ്യ ഭൂകമ്പമുണ്ടായത്. 3.4 തീവ്രത രേഖപ്പെടുത്തി. തൊട്ടു പിന്നാലെ മധ്യ മ്യാൻമറിലും പിന്നാലെ തജിക്കിസ്ഥാനിൽ ഇരട്ട ഭൂചലനവും രേഖപ്പെടുത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവയെ ഒഴിവാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവയുടെ വില കുത്തനെ കൂടുന്നത് US ടെക് കമ്പനികളെ ബാധിക്കുമെന്ന ആശങ്കയാണ് തീരുമാനത്തിന് പിന്നിൽ. തീരുവ ഇളവ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ബാധകം. അഫ്ഗാനിസ്ഥാൻ കാമറൂൺ വംശജർക്കുള്ള താൽക്കാലിക സംരക്ഷണ പദവി അവസാനിപ്പിക്കാൻ ഒരുങ്ങി ട്രംപ് ഭരണകൂടം. ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ വക്താവ് ക്രിസ്റ്റി നോയും തീരുമാനം സ്ഥിരീകരിച്ചു. ഇത് ഏകദേശം 14,600 അഫ്ഗാനികളെയും 7,900 കാമറൂണിയക്കാരെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായമെത്തുന്നത് നിലച്ചതോടെ ഗാസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. റെഡ് ക്രോസിന്റെ ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ 2 ആഴ്ചയ്ക്കകം തീരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് പ്രസിഡന്റ്. സംയുക്ത സേനാ മേധാവിയായി ഡാൻ കെയ്നിന്റെ നാമനിർദ്ദേശത്തിന് US സെനറ്റിന്റെ അംഗീകാരം. റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് പുറമെ ഡെമോക്രാറ്റുകളും അനുകൂലിച്ച് വോട്ട് ചെയ്തു. ജനറൽ ചാൾസ് ബ്രൗണിനെ സംയുക്ത സേനാ മേധാവി പദവിയിൽ നിന്ന് നീക്കി. ഫെബ്രുവരിയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കെയ്നിനെ നാമനിർദ്ദേശം ചെയ്തത്. ഹിന്ദു വിവേചനത്തിനെതിരെ ശിക്ഷ നൽകാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയ ബിൽ അവതരിപ്പിച്ചു. ബിൽ പാസ്സായാൽ നിയമപാലകർക്ക് വിവേചന പ്രവൃത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ ബിൽ അവതരിപ്പിക്കുന്ന അമേരിക്കയിലെ ആദ്യ സംസ്ഥാനമാണ് ജോർജിയ. 2023 ഹിന്ദുക്കൾക്കെതിരായ വിവേചനത്തിനെതിരെ ജോർജിയ പ്രമേയം പാസ്സാക്കിയിരുന്നു. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും സംയുക്തമായി ബിൽ അവതരിപ്പിച്ചതും സവിശേഷതയും. സുപ്രധാന മാറ്റങ്ങളുമായി വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ പേരുകൾ ഒഴിവാക്കും. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാനും സാധിക്കും. പുതിയ മാറ്റങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ഈ പുതിയ തീരുമാനം പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണെന്ന് അധികൃതർ. മ്യൂസിയങ്ങളെ കേവലം ഒരു പ്രദർശനശാലകളായി കാണുന്ന നയമല്ല സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ ചരിത്രം, സംസ്കാരം വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ മ്യൂസിയം ഉപകരിക്കും. നുണപ്രചരണങ്ങൾക്കെതിരെ പോരാടാനുള്ള ഉപാധിയായും കൂടി മ്യൂസിയങ്ങൾ മാറുകയാണെന്ന് മുഖ്യമന്ത്രി.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ BJPക്ക് ഒരു ധൃതിയുമില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ പ്രാഥമികമായ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചകൾ പിന്നീട് നടത്തും. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമാണെന്നും MT രമേശ്. തൃശൂർ പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദൈവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ഓശാന ഞായർ ആചരിച്ചു. കത്തീഡ്രലിൽ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. കാസർഗോഡ് പിലിക്കോട് ശ്രീ രായമംഗലം ക്ഷേത്രത്തിൽ വിലക്ക് ലംഘിച്ച് അകത്ത് കടന്ന് ഭക്തർ. നാലമ്പലത്തിൽ നമ്പൂതിരി, വാര്യർ, മാരാർ സമുദായത്തിലുള്ളവർക്ക് മാത്രമായിരുന്നു പ്രവേശനമുണ്ടായിരുന്നത്. പിലിക്കോട് നിനവ് പുരുഷ സ്വയം സഹായ സംഘമാണ് വിലക്ക് ലംഘിച്ച് നാലമ്പല ദർശനം സാധ്യമാക്കിയത്. KTDCയിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി വാഗ്ദാനം ചെയ്ത് 19 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. മുസ്ലിം ലീഗ് തൃശൂർ കയ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനീറിനെതിരെയാണ് മതിലകം പോലീസ് കേസെടുത്തത്. മതിലകം പനങ്ങാട് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ പരാതിയിലാണ് കേസ്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മകന് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിയത്. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഈ വർഷം മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ പല ദിവസങ്ങളിലായി പണമായി 14 ലക്ഷവും പരാതിക്കാരന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും ചെക്ക് മുഖേന 5 ലക്ഷവുമാണ് പ്രതി കൈപ്പറ്റിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ യുവ പാസ്റ്ററെ ഇടുക്കി മൂന്നാറിൽ നിന്നും കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 37-കാരനായ ജോൺ ജബരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം. ഇടുക്കി മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലൂടെ കാറിന്റെ ഡോറിലിരുന്നാണ് യുവാക്കൾ അപകടയാത്ര നടത്തിയത്. തൃശൂർ തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി ജോർജ് ആണ് മരിച്ചത്. തൃക്കൂർ പാലത്തിന് താഴെയുള്ള കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മീൻ പിടിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഓർമ്മക്കുറവുള്ള ജോർജ് പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. ചൊവ്വൂർ സ്വദേശി സാജനാണ് അറസ്റ്റിലായത്. ബസ് സ്റ്റോപ്പിലിരുന്ന് സാജൻ പുകവലിച്ചത് ചൊവ്വൂർ സ്വദേശി ഭാസ്കരൻ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൊലപാതക ശ്രമം. തൃശൂരിൽ മദ്യലഹരിയിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കുറ്റിച്ചിറ പള്ളം സ്വദേശി റെന്റിലിനെ വെള്ളികുളങ്ങര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കളായ മോഹനൻ, തങ്കമണി എന്നിവരെയാണ് പ്രതി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ചിക്കൻ കറിക്ക് ചൂട് കുറവെന്ന പേരിൽ ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനം. തിരുവനന്തപുരം അമരവിളയിലാണ് സംഭവം. അമരവിളയിലെ പുഴയോരം ഹോട്ടൽ ഉടമയായ ദിലീപിനാണ് 7 അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. ചിക്കൻ കറിക്ക് ചൂട് കുറഞ്ഞതിന് ഹോട്ടലിനുള്ളിൽ ഇരുന്ന സോഡാ കുപ്പി എടുത്ത് തലയിൽ അടിക്കുകയായിരുന്നു. ഹോട്ടലിലെ വനിതാ ജീവനക്കാരിയോടും പരാക്രമം കാണിച്ചെന്നും പരാതിയുണ്ട്. തൃശൂർ കേച്ചേരി എയ്യാലിൽ സ്വർണ്ണ കവർച്ച. 32 പവന്റെ ആഭരണങ്ങളാണ് കവർന്നത്. കവർച്ച നടന്നത് ഉറുവിൽ അംജദിന്റെ വീട്ടിൽ. തൃശൂർ കുന്നംകുളം കാട്ടക്കാമ്പാൽ ചിറയിൻകാട് മേഖലയിൽ ഇന്ന് പുലർച്ചെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. പുലർച്ചെ 3:30 ഉണ്ടായ കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ മിന്നൽ ചുഴലിയാണ് നാശം വിതച്ചത്. കൊല്ലം കുണ്ടറയിൽ ലഹരിക്കെതിരെ ജനജാഗ്രത യാത്ര നടത്തി. PC വിഷ്ണുനാഥ് MLA നയിച്ച യാത്ര NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ യുവത്വത്തെ വിഴുങ്ങുന്ന രാസലഹരിക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് NK പ്രേമചന്ദ്രൻ MP. മലപ്പുറത്ത് മുറുക്കാൻകടയുടെ മറവിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവടം. പ്രതിയെ നാട്ടുകാർ പിടികൂടി എക്സൈസിനെ ഏൽപ്പിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി രഘുനന്ദനെയാണ് പിടികൂടിയത്. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള.
അതിവേഗ വാർത്ത തുടരുന്നു. മലപ്പുറം മേലാറ്റൂരിൽ ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ തട്ടിയാണ് അപകടം. മരിച്ചത് KT ജലീൽ. മരിച്ച വ്യക്തിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി ബോഡിമെട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ വാഹനത്തിൽ തീ ആളിപ്പടർന്നു. വാഹനത്തിലുണ്ടായിരുന്നത് 2 കുട്ടികൾ ഉൾപ്പെടെ ബാംഗ്ലൂർ നിവാസികളായ 4 പേർ. കണ്ണൂർ പേരാവൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. പേരാവൂർ തെറ്റുവഴി സ്വദേശി മനു ജോസഫാണ് മരിച്ചത്. തെറ്റുവഴി സർവീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും സൈറസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. രാമപുരം സ്വദേശി കുമാറാണ് മരിച്ചത്. ബാലരാമപുരം റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞയാൾ അറസ്റ്റിൽ. ഏഴോംകൊട്ടില സ്വദേശി M രൂപേഷിനെയാണ് RPF അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിന് നേരെ രൂപേഷ് 3 തവണ കല്ലെറിയുകയായിരുന്നു. യാത്രക്കാരെ ഇറക്കിയ ശേഷം യാർഡിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു കല്ലേറ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. RPF ഇൻസ്പെക്ടർ J വർഗീസ്, ഉദ്യോഗസ്ഥരായ മനോജ് കുമാർ, ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ട്രാക്കിൽ കയറി അടികൂടിയ 2 പേർക്കെതിരെ കൂടി RPF കേസ്. തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ്. അജ്മൽ, ജിസാം, സലാം, അൽത്താഫ്, തൗഫീഖ്, അലീഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പൂച്ചൽ സ്വദേശികളായ ഫറൂഖ്, റഹ്മാനിയ ദമ്പതികളുടെ മകൻ ഫഹദിനെയാണ് 6 അംഗ ലഹരി സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാനായി ആലമുക്കിലേക്ക് പോകുമ്പോൾ പൂച്ചൽ ജംഗ്ഷന് സമീപം വെച്ച് തടയുകയും രക്ഷപ്പെട്ട ഫഹദിനെ കാറിലേക്ക് വലിച്ചു കയറ്റി മർദ്ദിക്കുകയുമായിരുന്നു. കൊല്ലം പുനലൂർ റെയിൽവേ പോലീസ് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന പണം പിടികൂടി. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 16.5 ലക്ഷം രൂപയാണ് പിടികൂടിയത്. സംഭവത്തിൽ ദുരൈ സ്വദേശി നവനീത് കൃഷ്ണയാണ് പിടിയിൽ. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പുനലൂരിൽ മാത്രം പിടികൂടിയത് 1,40,00,000 രൂപയാണ്. കംബോഡിയൻ സൈബർ തട്ടിപ്പ് സംഘത്തിലെ 2 പേർ തൃശൂരിൽ നിന്ന് പിടിയിലായി. മലപ്പുറം ഉപ്പട സ്വദേശിനി അഞ്ജു ബാബുവിനെയും എടമല സ്വദേശി മുഹമ്മദ് ഹാഷിഖിനെയുമാണ് സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ട് ക്രിപ്റ്റോ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിൽ തൃശൂർ സ്വദേശിയുടെ 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളാണ് ഇരുവരും. കൊല്ലം നെടുമ്പനയിൽ 5 അംഗ കുടുംബത്തിനെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ പോലീസിന് കീഴടങ്ങി. നെടുമ്പന സ്വദേശികളായ മനീഷ് മാമച്ചൻ, സഹോദരൻ മജേഷ്, അക്ഷയ്, ആദർശ്, ഹരിലാൽ എന്നിവരുടെ അറസ്റ്റ് കണ്ണനല്ലൂർ പോലീസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 7-ന് പ്രതികൾ ആളുമാറി 5 അംഗ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. മലപ്പുറം അഴിഞ്ഞിലത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്ത 3 സംഘം പിടിയിൽ. കാരാട് സ്വദേശി അർഷാദ്, അഴിഞ്ഞിലം സ്വദേശി ബിജേഷ്, പരുത്തിപ്പാറ സ്വദേശി ഷമീർ എന്നിവരാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ സ്ഥാപനത്തിലെത്തി 3 സംഘം ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയുമായിരുന്നു. കൊല്ലം തേവന്നൂരിൽ വയോധികയെ ആക്രമിച്ച് മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കഠിനംകുളം സ്വദേശി ജ്യോതിഷി, മിന്നലൂർ സ്വദേശി അജീഷ് എന്നിവരെയാണ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നടന്നു പോവുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്ക് പറ്റിയ വയോധിക പിന്നീട് മരിക്കുകയായിരുന്നു. ഇടുക്കി അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അടിമാലി പോലീസിന്റെ പിടിയിൽ. മൂലമറ്റം അറക്കുളം സ്വദേശി ജിബിൻ ബിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ്. 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടപ്പാറയിൽ വെച്ച് മർദ്ദനമേറ്റത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ കരിങ്കല്ല് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ. ലോകമലേശ്വരം സ്വദേശി അസറുദ്ദീനാണ് റിമാൻഡിലായത്.
ആനാപ്പുഴ സ്വദേശി കൃഷ്ണപ്രസാദിനെയും ചൂളക്കാപ്പറമ്പ് സ്വദേശി സിജീഷിനെയും അസറുദ്ദീൻ കരിങ്കല്ലുകൊണ്ടും ഇരുമ്പ് പൈപ്പ് കൊണ്ടും ആക്രമിക്കുകയായിരുന്നു. കേസിൽ കരൂർ മഠം സ്വദേശി തനൂഫ്, കടുക്കച്ചുവട് സ്വദേശി ജിത്തുരാജ് എന്നിവർ നേരത്തെ റിമാൻഡിലായിരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് പാചകവാതകം ചോർന്നതിനെ തുടർന്ന് തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന കാഞ്ചിയാർ സ്വദേശി രാജേഷ് മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റിരുന്ന രാജേഷ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ ഇലക്ട്രിക് റിപ്പയറിംഗ് സ്ഥാപനം നടത്തി വരികയായിരുന്നു രാജേഷ്. വിൽപ്പനയ്ക്ക് സാധനങ്ങളുമായി വീട്ടുമുറ്റത്തെത്തിയ യുവതിയെ കയറിപ്പിടിക്കുകയും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി അപമാനിക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി രാജീവാണ് അറസ്റ്റിലായത്. സ്വകാര്യ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ സെയിൽസ് മാനേജർ ട്രെയിനിയായ ആലപ്പുഴ സ്വദേശിനിയാണ് ഇയാൾ ആക്രമിച്ചത്. ഭയന്നോടിപ്പോയ യുവതിയെ രാജീവ് സ്കൂട്ടറിൽ പിന്തുടരുകയും അപമാനകരമായി പെരുമാറുകയും ചെയ്തു. തുടർന്ന് യുവതി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തൃശൂരിൽ ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് റിമാൻഡിൽ. അതിരപ്പള്ളി വെറ്റിലപ്പാറ സ്വദേശി അജയനാണ് പിടിയിലായത്. ഭാര്യ സഞ്ചരിച്ചിരുന്ന ഫോറസ്റ്റ് വാഹനത്തിൽ അജയൻ സ്വന്തം വാഹനം ഇടിച്ച് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം. ഭാര്യയുടെ നേരെ കത്തിവീശി കൊല്ലാൻ ശ്രമിച്ചതിനും ഫോറസ്റ്റ് ജീപ്പിന് 5000 രൂപയുടെ നഷ്ടം വരുത്തിയതിനുമാണ് കേസ്. ChatGPTയുടെ മെമ്മറി ഫീച്ചറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് OpenAI. പുതിയ മാറ്റമനുസരിച്ച് ഉപയോക്താക്കൾ പറഞ്ഞതെല്ലാം ChatGPTക്ക് ഓർത്തു വെക്കാൻ കഴിയും. സംരക്ഷിച്ച ഓർമ്മകൾക്ക് പുറമെ കൂടുതൽ പ്രസക്തവും ഉപയോഗപ്രദവുമാണെന്ന് തോന്നുന്ന പ്രതികരണങ്ങൾ നൽകുന്നതിന് ChatGPTക്ക് മുൻകാല ചാറ്റുകളുടെ സഹായം തേടാൻ കഴിയും. നൂറുകണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ട് ഗൂഗിൾ. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ, പിക്സൽ ഫോണുകൾ, ക്രോം ബ്രൗസർ എന്നീ യൂണിറ്റുകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരെയാണ് പിരിച്ചുവിട്ടത്. ജനുവരിയിൽ ഈ യൂണിറ്റിലെ ജോലിക്കാർക്ക് വോളണ്ടറി എക്സിറ്റ് ഓഫർ നൽകിയതിന് ശേഷമാണ് ലേ ഓഫ് നടത്തിയത്. മ്യൂസിക് അസിസ്റ്റന്റ് എന്ന പുതിയ AI ഫീച്ചറുമായി യൂട്യൂബ്. വീഡിയോകൾക്ക് വേണ്ടി ഇഷ്ടാനുസരണം പശ്ചാത്തല സംഗീതം നിർമ്മിക്കാൻ സഹായിക്കുന്ന AI മ്യൂസിക് ജനറേറ്റർ ഫീച്ചറാണ് യൂട്യൂബ് അവതരിപ്പിച്ചത്. യൂട്യൂബ് സ്റ്റുഡിയോയിലെ ക്രിയേറ്റർ മ്യൂസിക് ടാബിലാണ് ഈ ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിലെ സംഘട്ടനം രൂപകൽപ്പന ചെയ്യുന്നവർക്ക് ഓസ്കാർ നൽകും. 2027 മുതലാണ് പുരസ്കാരം നൽകുക. ബ്രാഡ് പിറ്റ് അടക്കം ഹോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി സംഘട്ടനം ഡിസൈൻ ചെയ്ത ഡേവിഡ് ലീച്ചിന്റെ ശ്രമങ്ങളാണ് അക്കാദമിയുടെ തീരുമാനത്തിന് പിന്നിൽ. തൃശൂർ വാടാനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ച് ഫിഷറീസ് വകുപ്പ്. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സമുദ്രവും തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യജ്ഞം സംഘടിപ്പിച്ചത്. തൃശൂർ BJP മണലൂർ മണ്ഡലം സജീവ അംഗങ്ങളുടെ കൺവെൻഷൻ നടത്തി. യോഗത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയവും സംഘടനയുടെ വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിലെ പേരിശ്ശേരി പള്ളി റോഡ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു. 6 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തൃശൂർ വരവൂർ കോഴി മാലിന്യ പ്ലാന്റിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ CPIM വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPIM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷനായി. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.